നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ കർക്കിടക മാസം 1-ാം തീയതി ആരംഭിക്കുകയാണ്. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ രാമായണ മാസം എന്നുള്ള പേരും കൂടിയുണ്ട്. അപ്പോൾ പുണ്യ മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. മാത്രമല്ല, പിതൃക്കളുടെ അനുഗ്രഹത്തിനായി പിതൃതർപ്പണം ചെയ്യുന്നതും ഈ മാസത്തിലാണ്. രാമായണ മാസം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കർക്കിടകം എന്ന് പറയുമ്പോൾ നമുക്ക് രാമഭഗവാനെയാണ് ഓർമ്മയിൽ വരുന്നത് എങ്കിലും കൂടി ശിവഭഗവാനും അതുപോലെ തന്നെ പാർവതി ദേവിക്കുമെല്ലാം ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. ഈ മാസം മുഴുവനായിട്ട്, അതായത് നാളെ മുതൽ കർക്കിടകം 30-ാം തീയതി വരെ അല്ലെങ്കിൽ 31-ാം തീയതി വരെയും നമ്മൾ തുടർച്ചയായിട്ട് രാവിലെ ഉണർന്നതും 11 പ്രാവശ്യം ചൊല്ലേണ്ട അതിവിശേഷപ്പെട്ട ഒരു ഹനുമാന്റെ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. അപാരമായ ശ്രീരാമഭക്തി, ചിരഞ്ജീവി, മഹാജ്ഞാനത്തിൻ്റെ നിറകുടം, മഹാബലവാൻ, അഷ്ടസിദ്ധികളും സ്വന്തമാക്കിയ ദേവൻ എന്നിങ്ങനെ ഒരുപാട് പേരുകൾ ഹനുമാൻ സ്വാമിക്ക് ഉണ്ട്. മാത്രമല്ല, ആത്മീയ സാധനയിലൂടെ മറ്റാർക്കും എത്താനാകാത്ത കൊടുമുടികൾ സ്പർശിച്ച ഭഗവാനാണ് ശ്രീ ഹനുമാൻ സ്വാമി. ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ ചൊല്ലുന്ന മന്ത്രങ്ങൾക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നതിനുള്ള പ്രത്യേക ശക്തിയുണ്ട്. മാത്രമല്ല, ഒരു വ്യക്തി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ഏതു കാര്യം മനസ്സിൽ കണ്ടാണോ ഈ മന്ത്രം ജപിക്കുന്നത് ആ കാര്യം ഉടനെ തന്നെ നിറവേറി കിട്ടും. പലർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതായത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സാമ്പത്തികം, ആരോഗ്യം എന്നിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ചിലർക്ക് ഒന്നിനും ഒരു ധൈര്യം ഉണ്ടാകില്ല. എപ്പോഴും ഒരു അലസത ഉണ്ടാകും. അതുപോലെ തന്നെ എന്തിനെങ്കിലും കണ്ടൊന്ന് പേടിച്ചു കൊണ്ടിരിക്കും. ആരോടും സംസാരിക്കുവാൻ ഒരു മടിയായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പോലും ഹനുമാൻ സ്വാമിയുടെ ഈ മന്ത്രം തുണയാകും എന്നാണ് പറയുന്നത്. കൂടാതെ തന്നെ ഹനുമാൻ മന്ത്രം പതിവായി ജപിക്കുന്നത് ഒരു വ്യക്തിയെ തൻ്റെ ജോലികളിൽ കൂടുതൽ വിജയികളാക്കാൻ സഹായിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, മാനസിക അസ്വസ്ഥതകൾ, വേദന, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, തീർക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ, മാത്രമല്ല ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാഞ്ഞ് വേഗത്തിൽ പരിഹരിക്കുവാൻ സഹായിക്കുന്ന മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. അതായത് വായു വേഗത്തിൽ എന്ന് പറയില്ലേ, അത്രയും വേഗതയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്നതായിരിക്കും. നോർത്ത് ഇന്ത്യയിലെല്ലാം തന്നെ എപ്പോഴും ബജ്രംഗി എന്നുള്ള ആ ഒരു നാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്നാൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തുമെന്ന പരിപൂർണ വിശ്വാസത്തിനു വേണ്ടിയാണ്. ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് നോർത്ത് ഇന്ത്യൻസ് എപ്പോഴും ബജ്രംഗി എന്നുള്ള ആ ഒരു ഭഗവാന്റെ തിരുനാമം ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തിരുനാമം ജപിക്കുവാനായിട്ട് ഏതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും നമുക്ക് പാലിക്കേണ്ടതായിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും ഹനുമാൻ സ്വാമിയുടെ ബജ്രംഗി എന്നുള്ള ഈ ഒരു നാമം നമുക്ക് ചൊല്ലാവുന്നതാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് രാവിലെ നമ്മൾ ഉണർന്നതും 11 തവണ ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചാണ്. ഇതിന് കുളിക്കണമെന്നോ പൂജാവിധികൾ ഒന്നും തന്നെ ഇല്ല. പക്ഷേ പീരിയഡ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം ജപിക്കരുത്. മാത്രമല്ല, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു മന്ത്രം ജപിക്കരുത്. മറിച്ച് നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് മനസ്സും ശരീരവും ശുദ്ധമായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ എഴുന്നേൽക്കുമ്പോഴും മനസ്സും ശരീരവും ശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മന്ത്രം 11 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും ചൊല്ലാമെങ്കിലും രാവിലെ ഉണർന്ന ഉടൻ തന്നെ ഇത് ചൊല്ലുമ്പോൾ അതീത ഫലമാണ് നമ്മളെ തേടി വരുന്നത്. ഇനി ഒരു പക്ഷേ നമുക്ക് രാവിലെ ഉണർന്നതും ചൊല്ലാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതൊരു സമയത്ത് ശരീരശുദ്ധിയോടുകൂടിയും മനഃശുദ്ധിയോടുകൂടിയും നോൺ വെജ് കഴിക്കാതെയും ഇരിക്കുന്ന സമയത്ത് ഈ മന്ത്രം 11 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. കർക്കിടക മാസം മുഴുവൻ എന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഈ മന്ത്രം ചൊല്ലാം. എങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടുവാനായിട്ട് കർക്കിടക മാസം മുഴുവൻ തുടർച്ചയായിട്ട് ഈ മന്ത്രം ചൊല്ലുമ്പോൾ അതിനിടയിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി കിട്ടുന്നതായിരിക്കും. എങ്കിലും നിങ്ങൾ വീണ്ടും തുടർച്ചയായിട്ട് ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നതായിരിക്കും. അത്രയും ഫലം തരുന്ന മന്ത്രമാണ് ഓം ഹം ഹനുമതേ നമ. ഓം ഹം ഹനുമതേ നമ. ഇത് ധൈര്യത്തിനു വേണ്ടിയും ശക്തിക്കു വേണ്ടിയും ആഗ്രഹ സാഫല്യത്തിനു വേണ്ടിയും ജപിക്കുന്ന ഒരു ലളിതമായ ഹനുമത് മന്ത്രമാണ്. ഓം എന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായിട്ടും ഹം എന്നുള്ളത് ഹനുമാൻ സ്വാമിയുടെ ബീജമന്ത്രമായിട്ടും
ഹനുമതേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹനുമാൻ സ്വാമിയെയും നമ എന്നുള്ളത് കൊണ്ട് ഹനുമാൻ സ്വാമിയെ നമസ്കരിക്കുന്നു എന്നുള്ളതുമാണ് അർത്ഥമാക്കുന്നത്. അതായത് ഓം ഹം ഹനുമതേ നമ എന്നാണ് ഈ മന്ത്രത്തെ പറയുന്നത്. വളരെ ലളിതമായ ഒരു മന്ത്രമാണെങ്കിലും കൂടി നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റി തരുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഇത്. ശ്രീരാമ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാൻ സ്വാമിയെ നാളെ കർക്കിടക മാസം 1-ാം തീയതി മുതൽ നമ്മൾ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിലും പോലും നമുക്ക് ആ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. പ്രകൃത്യാ തന്നെ ഏറ്റവും ദയാലുവും വായുവേഗത്തിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ഭഗവാനാണ് ശ്രീ ഹനുമാൻ സ്വാമി. ഭക്തർ ന്യായമായ ഏത് കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും ആഞ്ജനേയ സ്വാമി നിഷ്പ്രയാസം അത് സാധിച്ചു തരുന്നതായിരിക്കും. സങ്കടങ്ങൾ പറഞ്ഞാൽ അത് പരിഹരിച്ചു തരും. സാധാരണ ഹനുമാൻ സ്വാമിയുടെ ഏതൊരു മന്ത്രം ചൊല്ലുമ്പോഴും അത് തുടങ്ങേണ്ടത് ഒരു വ്യാഴാഴ്ചയാണ്. നമുക്ക് അനുഗ്രഹം കൊണ്ട് തന്നെ കർക്കിടകം 1-ാം തീയതി വരുന്നതും ഒരു വ്യാഴാഴ്ചയാണ്. ഹനുമാൻ സ്വാമിയെ അതിവേഗം പ്രീതിപ്പെടുത്താൻ കഴിയുന്ന ഒരു ദിവസമാണ് ഗുരു കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഈ വ്യാഴാഴ്ച എന്ന് പറയുന്നത്. കാര്യസാധ്യത്തിനു വേണ്ടിയും അതുപോലെ തന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോയി അതിൽ വിജയിക്കുവാൻ വേണ്ടിയും പണം, അധികാരം, കരുത്ത്, ജനപിന്തുണ ഇവയ്ക്കെല്ലാം വേണ്ടിയും നമുക്ക് ഹനുമാൻ സ്വാമിയുടെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിലൂടെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം മാത്രമല്ല ശ്രീരാമലക്ഷ്മണൻ്റെയും അതുപോലെ തന്നെ സീതാദേവിയുടെയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. കൂടാതെ പലരും നമ്മളോട് കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ജോലി തടസ്സങ്ങൾ അനുഭവപ്പെട്ട് വളരെയധികം വിഷമിക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ജോലിയിൽ കയറിപ്പറ്റിയാൽ അവിടെ ഉടൻ തന്നെ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ മുഖാന്തരം ആ ജോലി ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ജോലിക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിനനുസരിച്ചുള്ള ജോലി ലഭിക്കുന്നില്ല. ഇനി അഥവാ തൊഴിലാണെങ്കിൽ തൊഴിൽ നമുക്ക് ആദ്യം തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു, പക്ഷേ ഇപ്പോൾ എന്തെല്ലാമോ തടസ്സങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും തന്നെ പ്രാർത്ഥിക്കേണ്ട ഭഗവാനാണ് ശ്രീ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. ഭക്തിയിലും ആത്മസമർപ്പണത്തിലും കരുത്തിലും വീര്യത്തിലും ഹനുമാൻ സ്വാമിയെ അതിശയിപ്പിക്കുന്ന ഒരു മൂർത്തി പുരാണങ്ങളിൽ തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും കൂടി വീര്യത്തിലും അതുപോലെ തന്നെ ആത്മസമർപ്പണത്തിലും ഭക്തിയിലും മുന്നിൽ നിൽക്കുന്നത് പോലെ തന്നെ ഭക്തജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുവാനും ഭക്തജനങ്ങളുടെ സങ്കടങ്ങൾ കേട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സാധിച്ചു തരുന്ന ഒരു സ്വാമിയാണ് ഹനുമാൻ സ്വാമി. അതുകൊണ്ട് നാളെ മുതൽ മറക്കാതെ രാവിലെ ഉണർന്ന ഉടൻ 11 പ്രാവശ്യം ഹനുമാൻ സ്വാമിയുടെ ഈ മന്ത്രം ചൊല്ലി നോക്കുക. 7 ദിവസമോ 9 ദിവസമോ ചൊല്ലുമ്പോഴേക്കും തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് ദർശനം ചെയ്യുക. അവിടെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് പോലെ ഏതെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. അതായത് അഭിഷേകത്തിനായിട്ട് നമുക്ക് പാൽ വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നെയ് ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരാം. കാര്യസാധ്യത്തിനായിട്ട് വെറ്റിലമാല വഴിപാട് ചെയ്യാവുന്നതാണ്, വടമാല വഴിപാട് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം തന്നെ എല്ലാ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലും ഉണ്ടാകുന്നതാണ്. ഇത് നിങ്ങൾ തുടർച്ചയായി ചെയ്തു നോക്കൂ. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ നാളെ മുതൽ ഈ ഒരു മന്ത്രം ചൊല്ലി നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നിറവേറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള മന്ത്രജപങ്ങളെക്കുറിച്ചോ താന്ത്രികങ്ങളെക്കുറിച്ചോ വഴിപാട് രീതികളെക്കുറിച്ചോ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.